എക്സാം ടഫായിരിക്കും. ഓക്കെ, എക്സാം ടഫായിരിക്കും. ഫസ്റ്റ് 2 ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ. എക്സാം ടഫായിരിക്കും. ഓക്കെ, പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ, ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ടാവും. ക്വസ്റ്റ്യന്റെ ഉത്തരങ്ങളും അന്നന്ന് ദിവസം തന്നെ പബ്ലിഷ് ചെയ്യും. സോ അത് നിങ്ങൾ പഠിക്കുക. മാർക്ക് അടുത്ത ദിവസം വരുമ്പോ ഇവിടെ കാണാം. ഓക്കെ, അത് നിങ്ങൾ പേടിക്കണ്ട. സോ നമ്മള് ഇന്ന് എടുക്കുന്നത് GST ആണ്. മറ്റേ ചാപ്റ്റർ കഴിഞ്ഞു, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. സോ നോട്ടിന്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. വേറെ നോട്ട് യൂസ് ചെയ്യുന്നവരുണ്ടോ? 2 നോട്ടുകൾ യൂസ് ചെയ്യുന്നത്? ഒന്നുകൂടി പോയി എഴുതിയാൽ. ഓക്കെ, നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ അല്ലേ ലാസ്റ്റ് നമ്മൾ കവർ ചെയ്തത്. സോ നെക്സ്റ്റ് ഈസ് ലയബിലിറ്റി ടു പേ GST. നെക്സ്റ്റ് ചാപ്റ്റർ, ലയബിലിറ്റി ടു പേ GST. liability to pay GST. Liability to pay GST. Okay, liability to pay GST. Okay, so normally liability to pay GST ആരാണ് GST അടയ്ക്കേണ്ടത്? നോർമലി who should pay GST? നോർമലി ആരാണ് GST അടയ്ക്കേണ്ടത്? നോർമലി ആരാണ് GST അടയ്ക്കേണ്ടത്? സപ്ലയർ. കസ്റ്റമർ ആണോ GST അടയ്ക്കുക? കസ്റ്റമർ സപ്ലയർ കൊടുക്കും. ഗവൺമെന്റിന് GST അടയ്ക്കണത് ആരാ? സപ്ലയർ ആണ് അല്ലെ. നോർമലി GST ഈസ് പേയബിൾ ബൈ സപ്ലയർ. ഗവൺമെന്റിന് പേ ചെയ്യുന്നത് ആരാണ്? നോർമലി ഇറ്റ് ഈസ് സപ്ലയർ. നൗ there are certain cases where other than supplier pay GST. അതായത് സപ്ലയർ അല്ലാത്ത വ്യക്തികൾക്കും ടാക്സ് പേ ചെയ്യേണ്ടി വരും ചിലപ്പോൾ. ആ സർക്കംസ്റ്റൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So it involves section 9 subsection 3, it involves section 9 subsection 4, it involves section 9 subsection 5. Okay, so first ഇതൊരു വലിയ പേജിൽ എഴുതി വെക്കുക. ഒറ്റ പേജിൽ എടുത്തിട്ട് എഴുതി വെക്കുക. Normally the liability to pay GST is in the hands of supplier, but there are circumstances where it is paid by other party. എന്താടാ എന്താ വെറൈറ്റി കണ്ണടയാണല്ലോ പഠിച്ച്. ഉണ്ട് താഴെ എഴുതാണ്ട്. ഓക്കെ, സോ നോർമൽ കേസ് നമുക്കറിയാം എന്താണ് എന്നുള്ളത്. അതായത് അപ്പുറത്ത് പറയുന്ന കേസുകൾ അല്ലാത്ത എല്ലാ കേസുകളും ആരാ പേ ചെയ്യുക? സപ്ലയർ ആണ് പേ ചെയ്യുക. നൗ 9 subsection 3 പറയുന്നു who should pay tax? It should be paid by the recipient. എന്താണ്? It should be paid by the recipient. അതായത് 9 subsection 3യുടെ കീഴിൽ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ആരാണ് ടാക്സ് പേ ചെയ്യേണ്ടത്? റെസിപ്പിയന്റ് ആണ് ടാക്സ്
പേ ചെയ്യേണ്ടത്. Then comes 9 subsection 4. 9 subsection 4. Now 9 subsection 4 രണ്ട് സെനാരിയോ പറയുന്നുണ്ട്. 9 subsection 4 രണ്ട് സെനാരിയോ പറയുന്നുണ്ട്. If supplier is registered and if supplier is not registered. ഇതൊക്കെയാണ് if supplier is registered and if supplier is not registered. Okay, supplier is registered വരച്ചോ. ഓക്കെ, നൗ ഇതെന്താ പറയുന്നത് 9 subsection 4? അതായത് ചിലപ്പോൾ സപ്ലയർ രജിസ്റ്റർ ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കും GST-യിൽ. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാം. രജിസ്റ്റർ ചെയ്ത സപ്ലയേഴ്സ് ഉണ്ടാവും. ഓക്കെ, നൗ സപ്ലയർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോറി, സപ്ലയർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദെൻ റെസിപ്പിയന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഞാൻ നമ്മളെ മാനുഫാക്ചറർ ഹോൾസെയിലർക്ക് സെല് ചെയ്യാം. അപ്പൊ രണ്ട് പാർട്ടികളും രജിസ്റ്റേർഡ് ആണ്. അപ്പൊ റെസിപ്പിയന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിന്റെ ബേസിൽ രണ്ട് സെനാരിയോ ഉണ്ട്. എങ്ങനെയാണ്? സപ്ലയർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ലുക്ക് ചെയ്യേണ്ട എന്താണ്? റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള ഒരാളാണോ, റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് അല്ലേ? ഓക്കെ, ഇതിന്റെ കീഴിലും സെയിം സെനാരിയോ. റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണോ, റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് അല്ലേ? ഇല്ല, അത് ഇവിടെ തീർന്നു. ക്ലിയർ ആണോ? ഇത് വരച്ചോ. വരച്ചോ? ഇതെന്താ AC ഒന്നും ഇടാത്ത? എന്തായി, എഴുതിയോ? നൗ ഇവിടെ നോക്കുക. നോർമൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, സപ്ലയർ രജിസ്റ്റർ ചെയ്തിട്ടില്ല, റെസിപ്പിയന്റ് രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് നോർമലി എന്ത് ചെയ്യുക, റെസിപ്പിയന്റ് ടാക്സ് അടക്കേണ്ടി വരിക. സപ്ലയർ ഒരു സാധാരണ ആളാണ്, സ്ട്രീറ്റിലൊക്കെ ഉള്ള ആളാണ്. അയാളുടെ നിന്ന് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ മേടിക്കുമ്പോഴാണ് നോർമലി ആര് ടാക്സ് അടക്കേണ്ടി വരിക, റെസിപ്പിയന്റ് ടാക്സ് അടക്കേണ്ടി വരിക. ഇവിടെ നോക്കുക, സപ്ലയർ ഇവിടെ രജിസ്റ്റേർഡ് ആണ്, റെസിപ്പിയന്റും ഇവിടെ രജിസ്റ്റേർഡ് ആണ്. എങ്കിൽ ആരാ ടാക്സ് അടയ്ക്കേണ്ടത്? സപ്ലയർ തന്നെ ടാക്സ് അടയ്ക്കണം. ഓക്കെ, അങ്ങനെ സപ്ലയർ രജിസ്റ്റേർഡ് ആണ്, റെസിപ്പിയന്റും രജിസ്റ്റേർഡ് ആണെങ്കിൽ ആരെന്നെ ടാക്സ് അടയ്ക്കണം? സപ്ലയർ തന്നെ ടാക്സ് അടയ്ക്കണം. ഇനി സപ്ലയർ രജിസ്റ്റേർഡ് ആണ്, ബട്ട് റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് അല്ലെങ്കിലും ആര് ടാക്സ് അടയ്ക്കണം? സപ്ലയർ തന്നെ ടാക്സ് അടയ്ക്കണം. ഇനി സപ്ലയർ രജിസ്റ്റേർഡ് അല്ല, റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ ആര് ടാക്സ് അടയ്ക്കണം? റെസിപ്പിയന്റ് ടാക്സ് അടയ്ക്കണം. കാരണം അയാൾ മാത്രമാണ് രജിസ്റ്റേർഡ്. ഇനി സപ്ലയർ രജിസ്റ്റേർഡ് അല്ല, റെസിപ്പിയന്റും രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ദേ ആർ എക്സംപ്റ്റഡ്, ടാക്സ് അടയ്ക്കണ്ട. ഓക്കെ, അല്ലെങ്കിൽ GST നോട്ട് പേയബിൾ. GST നോട്ട് പേയബിൾ. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ എന്താ പറയണത്? 9 subsection 3 പറയുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഏതാണ്? 9 subsection 3 പറയുന്ന ഗുഡ്സ് ഓർ സർവീസിന് ആര് വേണം ടാക്സ് അടയ്ക്കാൻ? റെസിപ്പിയന്റ് വേണം ടാക്സ് അടയ്ക്കാൻ. 9 subsection 4 താഴെ പറയുന്ന ഗുഡ്സ് ഓർ സർവീസില് സപ്ലയർ രജിസ്റ്റേർഡ് അല്ല, റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ ആരടയ്ക്കണം? റെസിപ്പിയന്റ് അടയ്ക്കണം. അല്ലാത്ത ഭാഗത്തൊക്കെ സപ്ലയർ അടയ്ക്കണം. ക്ലിയർ?
The next comes 9 subsection 5. 9 subsection 5. 9 subsection 5. Okay. 9 subsection 5, it talks about e-commerce operators. It talks about e-commerce operators. 9 subsection 5 talks about e-commerce operators. Okay, e-commerce operators. Now it states very simply e-commerce operators in the karyam simple ആയിട്ട് പറയുന്നു. Who is an e-commerce operator? There is a supplier, there is a e-commerce platform like Amazon. Now this supplier lists the goods in Amazon and a person who is a customer purchase it from Amazon. Clear ആണോ? Now ഈ Amazon ആണ് എന്ത് e-commerce operator. So ഇവർ പറയുന്നതാണ്, if you are providing service of hate, എന്താണ് hate? Hotel service, accommodation service, transportation service and eatery. എന്താണ്? If you are providing hotel service, accommodation service, transportation service or eatery, hate service through e-commerce portal, then who should pay tax? E-commerce operator should pay tax. Clear ആണോ? അതായത് ഫുഡ് ഓർ ഈറ്റിക്കോ അതൊക്കെ എന്താണ്? They are providing hotel സർവീസ് അല്ലെങ്കിൽ ഈറ്ററി സർവീസ് അല്ലെ? ആരാ ടാക്സ് അടയ്ക്കേണ്ടത്? That portal should pay tax. നിങ്ങൾ ഇപ്പൊ ഏതാ ഇതിന് ഫുള്ള് ദിസ് ഈസ് ഓൺലി ഫോർ സർവീസസ്. ഗുഡ്സ് ഇതിൽ ഇൻവോൾവ് ചെയ്യൂല കേട്ടോ. ഗുഡ്സ് ആർ നോട്ട് ഇൻവോൾവ്. സർവീസസ്, ഹെയ്റ്റ് സർവീസസ്. ഹോട്ടൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ സർവീസ്. അക്കോമഡേഷൻ എന്താണത്? റൂം കൊടുക്കുക. ഓയോ റൂംസ്. ആര് പേ ടാക്സ് അടക്കണം? ഓയോ ടാക്സ് അടക്കണം. ഓക്കെ. ട്രാൻസ്പോർട്ടേഷൻ, ഓല, ഊബർ, ഇതൊക്കെ എന്താ? അവരുടെ ക്യാബ് ബുക്ക് അതിൽ ഉണ്ടാവും, നമ്മൾ അതിൽ കയറിയിട്ട് ബുക്ക് ചെയ്യണം. സോ ആര് ടാക്സ് അടക്കണം? ഓലയോ ഊബറോ ടാക്സ് അടക്കണം. ഈറ്ററി സർവീസ്, ഫുഡ് ഓർ ഈറ്റിക്കോ ഒക്കെ പോലുള്ള. സോ സർവീസസ് ഓഫ് ഹെയ്റ്റ് വിച്ച് ഈസ് ഡൺ ത്രൂ ആൻ ഇ-കോമേഴ്സ് പോർട്ടൽ, ആരാണ് ടാക്സ് അടക്കേണ്ടത്? It should be paid by e-commerce operator. അപ്പൊ ഗുഡ്സ് സെൽ ചെയ്താലോ ആമസോണില്, it should be paid by the supplier. Only for hate it is taxable by e-commerce operator. Clear ആണോ? Clear ആണോ? Okay. So any service of hate which is done through an e-commerce portal should pay tax. Any other goods or service done through e-commerce portal, who should pay tax? Supplier should pay tax. Clear? ക്ലിയർ ആണോ? അപ്പോ നമ്മൾ എന്താണ് ഇതുവരെ ചെയ്തിരുന്ന എന്താണ്? GST ലെവിയബിൾ ആണോ നോക്കി, നമ്മളിത് സപ്ലൈ ആണോ നോക്കി. സപ്ലൈ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് എന്താ? സപ്ലൈ ആണോ നോക്കണ്ടെങ്കിൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് എന്താ? ഗുഡ്സ് ഓർ സർവീസ് നമ്മൾ നോക്കി. ദെൻ വെദർ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഓർ നോട്ട് നമ്മൾ നോക്കണം. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് ഹൂ ഷുഡ് പേ ടാക്സ്. ടാക്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആര് കൊടുക്കണം? ഞാൻ കൊടുക്കണോ? റെസിപ്പിയന്റ് കൊടുക്കണോ? അതോ ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ, ഇൻ ബിറ്റ്വീനിൽ നിൽക്കുന്ന ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ കൊടുക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ക്ലിയർ ആണോ? അപ്പൊ സ്റ്റേജ് എങ്ങനെയാ വരുന്നത്? ഫസ്റ്റ് നമ്മൾ ഇഫ് ഇറ്റ് ഈസ് ലെവിയബിൾ ബൈ GST നോക്കും. രണ്ടാമത്തെ സ്റ്റേജ് എന്താ? അത് സപ്ലൈ ആണോ നോക്കും. മൂന്നാമത്തെ സ്റ്റേജ് എന്താ? അത് ഗുഡ്സോ സർവീസോ ആണോ നോക്കും. നാലാമത്തെ സ്റ്റേജ് എന്താ? അതിന് വല്ല എക്സംഷൻസോ ഉണ്ടോ എന്ന് നോക്കും. അഞ്ചാമത്തെ സ്റ്റേജ് എന്താ? അതില് ആര് ടാക്സ് പേ ചെയ്യണം എന്ന് നോക്കും.
ഓക്കെ, ക്ലിയർ ആണോ? ആര് ടാക്സ് പേ ചെയ്യണം നോക്കും. ഇനിയും സ്റ്റേജ് ഉണ്ട്. ആറാമത്തെ സ്റ്റേജ് അതിന്റെ ടൈം ഓഫ് സപ്ലൈ നോക്കും. ഏഴാമത്തെ സ്റ്റേജ് അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ നോക്കും. എട്ടാമത്തെ സ്റ്റേജ് അതിന്റെ വാല്യൂ ഓഫ് സപ്ലൈ നോക്കും. ആൻഡ് ഫൈനലി നമ്മൾ ടാക്സ് അടയ്ക്കും. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് സ്റ്റേജ്. ഓക്കെ, സോ ഇത് നമ്മൾ പഠിച്ചു. സപ്ലൈ നമ്മൾ പഠിച്ചു. ഗുഡ്സ് ആണോ സർവീസ് ആണോ നോക്കാൻ നമ്മൾ പഠിച്ചു. ദെൻ എക്സംഷൻ, അതൊരു വലിയ ചാപ്റ്റർ ആണ്. സോ നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ അതായിരിക്കും എടുക്കുക. ദെൻ ഇതിലാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്, ആരാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് അതിന്റെ മോഡൽ. നൗ ഇത് എഴുതിയോ? ഓക്കെ, സോ ആര് ടാക്സ് പേ ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 9 സബ്സെക്ഷൻ 3 നിങ്ങൾ പറയണ ഗുഡ്സോ സർവീസോ ഫോളോ ചെയ്യുന്നതെങ്കിൽ ആര് പേ ചെയ്യണം? റെസിപ്പിയന്റ് പേ ചെയ്യണം. 9 സബ്സെക്ഷൻ 4 ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് അല്ലെ? രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ സപ്ലയർ? ഇല്ലെങ്കിൽ റെസിപ്പിയന്റിന് രജിസ്ട്രേഷൻ ഉണ്ടോ? എങ്കിൽ റെസിപ്പിയന്റ് പേ ചെയ്യണം. 9 സബ്സെക്ഷൻ 5 ഫോളോ ചെയ്യുന്നതെങ്കിൽ ആര് പേ ചെയ്യണം? ഇ കോമേഴ്സ് ഓപ്പറേറ്റർ ടാക്സ് പേ ചെയ്യണം. ക്ലിയർ ആണോ? സോ നമ്മളുടെ ഗുഡ്സോ സർവീസോ ഇതിൽ ഫോളോ ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കണം. സപ്ലൈയും ഗുഡ്സും സർവീസും ഒക്കെ കണക്കാക്കിയതിനു ശേഷം നമ്മൾ നോക്കേണ്ട എന്താ? ഈ ഗുഡ്സോ സർവീസോ ഈ പറയപ്പെടുന്ന സെക്ഷനിൽ ഏതെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? അതോ ഇതൊന്നും അല്ലെങ്കിൽ ഏതായിരിക്കും? ഫസ്റ്റത്തെ കാറ്റഗറി ആയിരിക്കും, സപ്ലയർ തന്നെ ടാക്സ് പേ ചെയ്യണം. അവിടെ റിമോട്ട് എടുത്തു കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, എന്താ AC ഉണ്ടേ? ഓക്കെ, ക്ലിയർ ആണത്? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 9 സബ്സെക്ഷൻ 3 എന്താ, 4 എന്താ, 5 എന്താ എന്നുള്ളത് നമുക്കറിയില്ല. നോ വി നോ അബൌട്ട് 9 സബ്സെക്ഷൻ 4 എന്താന്ന് ഞാൻ പറഞ്ഞു. 5ന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ബട്ട് വി ഡോണ്ട് നോ അബൌട്ട് 9 സബ്സെക്ഷൻ 3 എന്തൊക്കെ ഗുഡ്സോ സർവീസോ ഉണ്ട് എന്ന് നമുക്കറിയില്ല. നൗ വി സിംപ്ലി കോൾ ഇറ്റ് ആസ് സർ CG got salads. എന്താണ്? സോ അതിന്റെ ഷോർട്ട് വേർഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് സർ CG, സെൻട്രൽ ഗവൺമെന്റ് ഗോട്ട് സാലഡ്സ്. ഓക്കെ, അതാണ് അതിന്റെ ഷോർട്ട് വേർഡ്. ഓക്കെ, സോ നമ്മളുടെ 9 സബ്സെക്ഷൻ 3 there are certain services. ആ സർവീസസിന്റെ ഷോർട്ട് വേർഡ് ഈസ് സർ CG got salads. ഓക്കെ, നൗ ഇതിൽ ഓരോന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എസ് എന്താ, ഐ എന്താ. സോ ഈ കോഡ് വേർഡ് മാത്രം എഴുതുക. എന്നിട്ട് അടുത്ത പേജ് മുതൽ നമ്മൾ ഓരോന്ന് പഠിച്ചിട്ട് പോകും. ഓക്കെ, സോ ഫേമസ്ലി നോൺ ആസ് സർ CG got salads. അതിന്റെ ഫുൾ ഫോം നമ്മൾക്ക് ഓരോ ഹെഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, സർ CG got salads. എന്താ പെന്ന് തീർന്നോ? ഓക്കെ അല്ലേ? ഇതിൽ ഓരോന്ന് എടുത്തു തുടങ്ങാം. ഓക്കെ, നൗ സർ CG got salad. സോ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? വിച്ച് ഈസ് S. Now വലിയ ബോൾഡ് ലെറ്ററിൽ S എഴുതുക. in the head of the page. It is called as security lending services. 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 Okay. Now, എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരു വ്യക്തി he is lending
എന്താ ലെൻഡിങ്? കടം കൊടുക്കുക. ഓക്കെ, എന്ത്? സെക്യൂരിറ്റി, അതായത് ഷെയർസോ ഡിബഞ്ചേഴ്സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണു? വേറൊരു വ്യക്തിക്ക് വേണ്ടി ലെൻഡ് ചെയ്യണു, വേറൊരു വ്യക്തിക്ക് വേണ്ടി കടം കൊടുക്കുകയാണ്. ഓക്കെ, എങ്കിൽ ഈ കടം കൊടുത്തതിന് ഇയാൾ ഒരു പ്രത്യുപകാരം കൊടുക്കണല്ലോ. ദാറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ് ഓർ എനി അതർ കൺസിഡറേഷൻ. ഇൻട്രസ്റ്റ് ആവാം, വേറെ എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ആവാം, കൊടുക്കണല്ലോ. നൗ ഇവിടെ പറയണു, ഇങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി ലെൻഡിങ് സർവീസസ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നോർമലി ആര് ടാക്സ് പേ ചെയ്യണം? ആരാണോ സപ്ലൈ ചെയ്യുന്നത് അയാൾ ടാക്സ് പേ ചെയ്യണം. ബട്ട് സെക്യൂരിറ്റി ലെൻഡിങ് സർവീസസ് ആണ് എങ്കിൽ ആര് ടാക്സ് പേ ചെയ്യണം? റെസിപ്പിയന്റ് വേണം ടാക്സ് പേ ചെയ്യാൻ. ക്ലിയർ ആണോ? അതായത് ഒരു വ്യക്തി ഷെയർസോ ഡിബഞ്ചേഴ്സോ കടം കൊടുക്കുന്നു വേറൊരു വ്യക്തിക്ക്, അതിന് പ്രത്യുപകാരമായിട്ട് ആ വ്യക്തി റെസിപ്പിയന്റ് സപ്ലയർക്ക് ഒരു ഫണ്ട് കൊടുക്കുന്നു. ഫണ്ട് കൊടുത്താൽ മാത്രം പോരാ, അതിന്റെ ടാക്സും കൂടി റെസിപ്പിയന്റ് ഗവൺമെന്റിന് അടയ്ക്കണം. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് സെക്യൂരിറ്റി ലെൻഡിങ് സർവീസസ്. ഓക്കെ, നോർമലി എവിടെയാണ് സെക്യൂരിറ്റി ലെൻഡിങ് സർവീസസ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. Now stock market there is a method called short selling. So എന്താ ഷോർട്ട് സെല്ലിംഗ്? ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിൽക്കും പിന്നെ ബൈ ചെയ്യുള്ളൂ. നോർമലി എന്താ, നമ്മൾ വാങ്ങിയിട്ട് ആണല്ലോ നമ്മൾ വിൽക്കുക. ഷോർട്ട് സെല്ലിംഗിൽ എങ്ങനെയാ പരിപാടി? ആദ്യം നമ്മൾ വിൽക്കും. അതായത് ഒരു ഷെയർ താഴെ പോകുമെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ ആദ്യമേ നിങ്ങൾ വിൽക്കും, എന്നിട്ട് ആ മാർക്കറ്റ് അവസാനിക്കുന്ന ടൈമിൽ നിങ്ങൾ തിരിച്ചു വാങ്ങും. ഓക്കെ, നേരെ ഉൾട്ട. ഓക്കെ, ആ മെത്തേഡിനെയാണ് നമ്മൾ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയാം. അപ്പൊ ആദ്യം വിൽക്കണമെങ്കിൽ ഇങ്ങേരുടെ കയ്യിൽ എന്ത് വേണം? ഷെയർസ് വേണ്ടേ? ഈ ഷെയർസ് ആരെങ്കിലും കൊടുക്കണ്ടേ? ആ കൊടുക്കുന്ന പരിപാടിക്ക് അവർ യൂസ് ചെയ്യുന്നത് എന്താണ്? ബാക്കിയുള്ളവരിൽ നിന്ന് കടം വാങ്ങും ഈ ഷെയർസ്, എന്നിട്ട് അവരത് വിൽക്കും. എന്നിട്ട് വൈകുന്നേരം അത് തിരിച്ചു വാങ്ങിയിട്ട് അവർക്ക് തന്നെ കൊടുക്കും, അവർക്കൊരു ഇൻട്രസ്റ്റും കൊടുക്കും എക്സ്ട്രാ. ക്ലിയർ ആണോ? ദിസ് ഈസ് കോൾഡ് സെക്യൂരിറ്റി ലെൻഡിങ് സർവീസസ്. സെക്യൂരിറ്റി ലെൻഡിങ് സർവീസസ് വരികയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? റെസിപ്പിയന്റ് വിൽ പേ ടാക്സ്. ക്ലിയർ? ക്ലിയർ ആണോ? ഈ ചിത്രം അതേപോലെ ഇതിൽ വരച്ചിട്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ പേജ് പൊയ്ക്കോട്ടെ. ഓക്കെ, നൗ ദിസ് ഈസ് കോൾഡ് ആസ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. എന്താണ് ഈ 9 സബ്സെക്ഷൻ 3 നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. എന്താ റിവേഴ്സ്? സാധാരണ സപ്ലയർ ആണ്, അത് റിവേഴ്സ് ചെയ്തു, ഇപ്പൊ റെസിപ്പിയന്റ് ആണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഓക്കെ, അപ്പൊ നോർമലി സപ്ലയർ ആണ് കൊടുക്കുന്നെങ്കിൽ അതിനെന്താ വിളിക്കുക? അതും കൂടി ഞാൻ പറഞ്ഞുതരാം. നോർമലി സപ്ലയർ ആണ് ടാക്സ് പേ ചെയ്യേണ്ടതെങ്കിൽ അവരെ എന്താ വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫോർവേഡ് ചാർജ് മെക്കാനിസം. ഓക്കെ, സപ്ലയർ ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് FCM ഓർ ഫോർവേഡ് ചാർജ് മെക്കാനിസം. റെസിപ്പിയന്റ് ആണ് പേ ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് RCM ഓർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. ക്ലിയർ ആണോ? സെക്യൂരിറ്റി ലെൻഡിങ് സർവീസസ് ക്ലിയർ ആണോ? ഓക്കെ, okay, next എഴുതുക. I it is import of services. I which is import of services.
I which is import of services. I which is import of services. Now, എന്താണ് ഒരു OIDAR service? This is something which is called as OIDAR service. Import of service എഴുതിയാലോ ഐ. Now അതിന്റെ താഴെ OIDAR എന്ന് എഴുതുക. OIDAR. 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 Now Google search ചെയ്യുക what is an OIDAR. OIDAR service. അതെന്താണ് അതിന്റെ ഫുൾ ഫോം എനിക്ക് മനസ്സിലായി. എന്താന്ന് വായിക്കുക? അതിപ്പോ നിങ്ങള് ഇംഗ്ലീഷ് പറയാന്നല്ലേ, അല്ലാതെ അതിന്റെ ആക്ച്വലി സാധനം എന്താ? ഒരു കണ്ടിന്യൂസ് ഇന്റർനെറ്റ് കണക്ഷനിലൂടെ നമ്മൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് OIDAR സർവീസ്. വിക്കിപീഡിയ എന്താണ്? ഓൺലൈൻ ഇൻഫോർമേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് നമ്മൾ ആക്സസ് ചെയ്യാണ്. ഓക്കെ, എങ്ങനെ? അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ വേണം എങ്കിൽ ദാറ്റ് ഈസ് OIDAR സർവീസസ്. അതിന്റെ ഫുൾ ഫോം എന്താ? ഓൺലൈൻ ഇൻഫോർമേഷൻ ഡാറ്റാബേസ് ആക്സസ് ആൻഡ് റിട്രീവൽ. ഓൺലൈൻ ഇൻഫോർമേഷൻ ഡാറ്റാബേസ് ആക്സസ് ആൻഡ് റിട്രീവൽ. Online information database access and retrieval. ഓക്കെ, സോ നമ്മൾ പറയുന്ന സർവീസ് ഏതാണ്? ഇമ്പോർട്ട് ഓഫ് സർവീസസ് ആണ് അല്ലെ? ഇമ്പോർട്ട് ഓഫ് സർവീസസ്. നൗ ഇമ്പോർട്ട് ഓഫ് സർവീസസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇമ്പോർട്ട് ഓഫ് സർവീസസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണ് ഇമ്പോർട്ട് ഓഫ് സർവീസസ്? പറയാ. എന്താണ് ഇമ്പോർട്ട് ഓഫ് സർവീസസ്? എന്താണ് ഇമ്പോർട്ട് ഓഫ് സർവീസ്? നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇമ്പോർട്ട്. എന്താണ് ഇമ്പോർട്ട് ഓഫ് സർവീസ്? ഇത് ആദ്യമായിട്ട് കേൾക്കുന്നല്ല, നമ്മള് ഷെഡ്യൂളിൽ പഠിച്ചതാണ് ഇമ്പോർട്ട് ഓഫ് സർവീസ്. വാട്ട് ഈസ് ആൻ ഇമ്പോർട്ട് ഓഫ് സർവീസ്? സർവീസിനെ ഇറക്കുമതി ചെയ്യുക. പുറത്തുനിന്ന് ഒരു സർവീസ്, അതായത് ഇന്ത്യക്ക് പുറത്തുനിന്ന് നമ്മളൊരു സർവീസ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഇമ്പോർട്ട് ഓഫ് സർവീസ്. സോ ചുരുക്കത്തിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരു വ്യക്തി അയാള് ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് സർവീസ് സ്വീകരിക്കുന്നു അല്ലെ? ഈ സർവീസ് സ്വീകരിക്കുന്നതിന് പ്രത്യുപകാരമായിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു കൺസിഡറേഷൻ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം അല്ലെ? നമ്മളുടെ ഷെഡ്യൂള് പ്രകാരം ഇമ്പോർട്ട് ഓഫ് സർവീസസ് വിത്തൗട്ട് കൺസിഡറേഷനും എന്താണ്? സപ്ലൈ ആണ്. സോ കൺസിഡറേഷൻ ഓർ നോട്ട് വിത്ത് കൺസിഡറേഷൻ നമുക്ക് ചെയ്യാം. അങ്ങനെയെങ്കിൽ ആര് ടാക്സ് ചെയ്യണം എന്നാ പറയണത്? റെസിപ്പിയന്റ് ടാക്സ് കൊടുക്കണം എന്നാണ് പറയണത്. പക്ഷെ അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, നൗ സർവീസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഇമ്പോർട്ട് ഓഫ് സർവീസ് ചെയ്യുന്ന സമയത്ത് അതിൽ രണ്ട് ടൈപ്പ് സർവീസ് ആവാം. ഒന്ന് അത് OIDAR സർവീസ് ആവാം.
അതായത് ഓൺലൈൻ ഗെയിമിംഗ് ഒക്കെ, അതൊക്കെ എന്താണ്? OIDAR സർവീസ് ആണ്. അല്ലെങ്കിൽ അത് അതർ ദാൻ OIDAR സർവീസും ആവാം. ആയിക്കൂടെ? ഒന്നെങ്കിൽ അത് OIDAR സർവീസ് ആവാം, അല്ലെങ്കിൽ അത് അതർ ദാൻ OIDAR സർവീസ് ആവാം. ക്ലിയർ? സോ ഇതൊന്ന് വരയ്ക്കുക, ഇത് വരയ്ക്കുക, ഇതും വരയ്ക്കുക, ഇതും വരയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് അതിന്റെ ടാക്സ് വരുന്നത്. ഞാൻ ആര് ടാക്സ് പേ ചെയ്യണം എന്ന് പറയണേ? റെസിപ്പിയന്റ്, നോട്ട് ഫോറിൻ കൺട്രി പേഴ്സൺ. ഓക്കെ, വരച്ചോ? നൗ OIDAR സർവീസസ് ആരാണ് ഇറക്കുമതി ചെയ്യുന്നത്? ഒന്നെങ്കിൽ അത് നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിഡന്റ് ഇറക്കുമതി ചെയ്യാം, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതർ ദാൻ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് ആവാം. ഓക്കെ, നൗ ഈ OIDAR സർവീസ് ആർക്കൊക്കെ ഉപയോഗിക്കാം? ഒന്നെങ്കിൽ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് ആവാം. എന്താണ് നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നെങ്കിൽ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റിനാവാം, അല്ലെങ്കിൽ അതർ ദാൻ ഇത് നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് അല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇറക്കുമതി ചെയ്യാം. ക്ലിയർ? ഇനി എന്താണ് നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ്? അതായത് ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ. എന്താണ് നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ്? ആരാ? ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വല്. അത് എന്ത് പർപ്പസിന് യൂസ് ചെയ്യണം? പേഴ്സണൽ പർപ്പസിന്. ഫസ്റ്റത്തെ ആളാരാ? ഒരു അൺരജിസ്റ്റേർഡ് ഇൻഡിവിജ്വൽ. അതായത് അൺരജിസ്റ്റേർഡ് GST നമ്പർ ഒന്നും ഇല്ലാത്ത ഒരു ഇൻഡിവിജ്വല് അത് എന്തിനു ഉപയോഗിക്കണം? പേഴ്സണൽ ആയിട്ടുള്ള പരിപാടികൾക്ക് ഉപയോഗിച്ചാൽ അയാൾ എന്തായി? ഒരു നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് ആയി. അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് അവര് രജിസ്റ്റേർഡും ആവാം, അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡും ആവാം. എന്തിന് യൂസ് ചെയ്യണം? ബിസിനസ്സിനല്ലാത്ത എന്തെങ്കിലും ഒരു പർപ്പസിന് യൂസ് ചെയ്യണം. അപ്പോ രണ്ടാമത്തെ എന്താ? ഒരു ഗവൺമെന്റ് അവർക്ക് GST നമ്പർ ഉണ്ടാവാം, GST നമ്പർ ഇല്ലാതിരിക്കാം, എന്തു ആവട്ടെ, പക്ഷെ അവരെന്തിനു ഉപയോഗിക്കണം? ബിസിനസ്സിനല്ലാത്ത എന്തെങ്കിലും ഒരു പരിപാടിക്ക് യൂസ് ചെയ്യണം. 3, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്. ആരാ? ചാരിറ്റബിൾ ട്രസ്റ്റ്. അവര് രജിസ്റ്റേർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ആയിക്കോട്ടെ, എന്തിനു വേണ്ടി ഉപയോഗിക്കണം? അതർ ദാൻ ബിസിനസിന് വേണ്ടി യൂസ് ചെയ്യണം. ഓക്കെ, എങ്കിൽ ഇവരാരാണ്? ഇവരെയാണ് നമ്മൾ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻസ് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? ഇനി പറയണത് നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് ആണ് ഇത് ഇറക്കുമതി ചെയ്യുന്നത് എങ്കിൽ ഇതിന്റെ ടാക്സ് ആരാ അടയ്ക്കേണ്ടത്? സപ്ലയർ വേണം അടയ്ക്കാൻ. ദാറ്റ് മീൻസ് ദിസ് ഈസ് FCM അഥവാ ഫോർവേഡ് ചാർജ് മെക്കാനിസം. അതായത് ഇവർക്ക് ആർക്കും രജിസ്ട്രേഷൻ ഇല്ല, GST നമ്പർ ഇല്ലാത്ത ഒരാൾ എങ്ങനെ ടാക്സ് പേ ചെയ്യുക? അതാണ് അവിടുത്തെ ലോജിക്ക്. അപ്പൊ ആരടയ്ക്കണം? ഫോറിൻ കൺട്രിയിലുള്ള ആ സപ്ലയർ വേണം ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കാൻ. ക്ലിയർ ആണോ? അത് നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് ആണെങ്കിൽ ഉള്ള കാര്യം പറയുന്നത്. ഇനി അതർ ദാൻ ഓൺലൈൻ റെസിപ്പിയന്റ്, നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് ആണെങ്കിൽ ആരടയ്ക്കണം?
റെസിപ്പിയന്റ് അടയ്ക്കണം, കാരണം അപ്പൊ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. റെസിപ്പിയന്റ് അടയ്ക്കണം. സോ ദിസ് ഈസ് RCM അഥവാ റിവേഴ്സ് ചാർജ് മെക്കാനിസം. ക്ലിയർ ആണോ? എന്നാ വരയ്ക്കൂ. Unregistered person. Okay. ക്ലിയർ ആണോ? ഓക്കെ. നീട്ടി എഴുതിക്കോ. എല്ലാരും വരച്ച് ക്ലിയർ ആക്കിയോ? ബോക്സ് ഒക്കെ വരച്ചോ? വരച്ചോ? സോ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് കട്ട് ചെയ്യുക. ഓക്കെ, കാണുന്ന രീതിയിൽ പെൻസിൽ കൊണ്ട് കട്ട് ചെയ്യുക. എന്നിട്ട് എഴുതുക, ഇങ്ങനെ ഒരു ആരോ ഇട്ടിട്ട് എഴുതുക, എനി അൺരജിസ്റ്റേർഡ് പേഴ്സൺ. എന്താണ്? എനി അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഫോർ other than business purposes. ക്ലിയർ ആയി വിട്ട്, കാരണം അത് ഇനി എഴുതണം നമുക്ക്. വെയിറ്റ് ചെയ്യേ. മതി മതി. എന്നിട്ട് സൈഡിൽ എഴുതുക എനി URP ഫോർ അതർ ദാൻ ബിസിനസ് പർപ്പസസ്. അപ്പൊ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ബിസിനസിന് അല്ലാത്ത പർപ്പസിന് കൊണ്ടുവന്നാൽ അതെന്തായി? സപ്ലയർ തന്നെ ടാക്സ് അടയ്ക്കണം. അത് വെട്ടാനൊരു കാര്യമുണ്ട്, നമുക്ക് ഫ്യൂച്ചറിൽ മനസ്സിലാവും. ഓക്കെ, അതർ അല്ല, അതർ ദാൻ ബിസിനസ് പർപ്പസസ്. ക്ലിയർ ആണോ? സെറ്റ്. അടുത്തേക്ക് പോ. അങ്ങോട്ട് പോവല്ലേ? നൗ ഇനി വെട്ടാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ there is something which is called as non-taxable resident. There is non-taxable online resident, there is non-taxable resident. Okay, clear? Then there is other than non-taxable resident. Non-taxable resident ഉണ്ട്, other than non-taxable resident ഉണ്ട്. സോ അതിൽ നിന്നൊരു വേർഡ് പോയി, പോയി, ഓൺലൈന് പോയി അല്ലെ? ഓൺലൈന് പോയി അല്ലെ? സെറ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാ
ഇവിടെ എഴുതിയ ഇതേ ബോക്സില്ലേ, ഈ ബോക്സ് നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കും. ഡെക്കറേറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് എഴുതണം. അല്ലല്ല, എഴുതുക. അതായത് ഇതേ ബോക്സ് നിങ്ങൾ ഈ NTRന്റെ താഴെ, ഇല്ലല്ല വിട്ടൂല എഴുത്. റെസിഡന്റ്, നോൺ ടാക്സബിൾ റെസിപ്പിയന്റ്. ഓൺലൈൻ റെസിപ്പിയന്റ് ഇല്ല, വെറും നോൺ ടാക്സബിൾ റെസിപ്പിയന്റ്. ക്ലിയർ ആണോ? വരച്ചോ? ഡെക്കറേറ്റ് ചെയ്തു? ഫുള്ള് ബോക്സ് വരച്ചോ? വരക്ക്. വരച്ചോ? എല്ലാരും കഴിയണേ, അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കുന്നേ. വരച്ചോ? എഴുതിയില്ലല്ലോ. പണി പാളും കേട്ടോ, ഞാൻ വെട്ടിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും എഴുതേണ്ടി വരും. ഓക്കെ, ബാക്കി പറയട്ടെ. സോ നോൺ ടാക്സബിൾ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവരാണ്. ഓക്കെ, ഇവർക്കാണ് നിങ്ങൾ മീൻസ് സർവീസ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. എന്താണ്? അപ്പൊ ചില എക്സംഷൻ ഒക്കെ ഞാൻ ഇപ്പൊ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ നോൺ ടാക്സബിൾ റെസിഡന്റ് ആരാണത്? ഒരു ഇൻഡിവിജ്വൽ ഹൂ ഈസ് അൺരജിസ്റ്റേർഡ്, അയാൾ പേഴ്സണൽ പർപ്പസിന് സർവീസ് ഇമ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ബിസിനസ്സിനല്ലാത്ത പർപ്പസിന് ഇമ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ബിസിനസ്സിനല്ലാത്ത പർപ്പസിന് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ബട്ട് എന്ത് സർവീസ് അല്ല, ഇറ്റ് ഈസ് നോട്ട് ആൻ OIDAR സർവീസ്. OIDAR സർവീസ് എന്താ? കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർനെറ്റ് ആക്സസ് വേണ്ടിയ ഇൻഫോർമേഷൻ സർവീസ് ആണ് എന്ത്? OIDAR സർവീസ്. അതിലെ വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കണ്ടിന്യൂസ് ഇന്റർനെറ്റ് ആക്സസ്. OIDARന്റെ ഏറ്റവും ബാക്ക് ബോൺ ആണെന്ത്? കണ്ടിന്യൂസ് ഇന്റർനെറ്റ് ആക്സസ്. ഓക്കെ, സോ അപ്പുറത്ത് എന്തായിരിക്കും? അതർ ദാൻ നോൺ ടാക്സബിൾ റെസിഡന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ അറ്റ് RCM, അതായത് റെസിപ്പിയന്റ് വേണം ടാക്സ് അടയ്ക്കാൻ. ഇറ്റ് ഈസ് RCM, റെസിപ്പിയന്റ് വേണം ടാക്സ് അടയ്ക്കാൻ. അങ്ങനെയല്ല, ഇത് OIDAR സർവീസസ് ആണ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സണുമാണ്. അയാൾ അത് ബിസിനസ്സിനല്ലാത്ത കാര്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സപ്ലയർ വേണം ടാക്സ് അടയ്ക്കാൻ. അല്ലാത്ത ആർക്കെങ്കിലും ആണ് കൊടുത്തത്, നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിഡന്റ് അല്ലാത്ത ആർക്കെങ്കിലും ആണ് കൊടുത്തതെങ്കിൽ റെസിപ്പിയന്റ് വേണം ടാക്സ് അടയ്ക്കാൻ. ക്ലിയർ? ഇത് സെറ്റാണോ? ഓക്കെ, സോ എന്താണ് ഇമ്പോർട്ട് ഓഫ് സർവീസ് പറയുന്നത്? ഇമ്പോർട്ട് ഓഫ് സർവീസ് പറയുന്നു, നിങ്ങൾ സർവീസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ രണ്ട് തരം സർവീസുകൾ ഉണ്ടാവാം. ഒന്നെങ്കിൽ അതൊരു OIDAR സർവീസ് ആവാം, അല്ലെങ്കിൽ അതൊരു അതർ ദാൻ OIDAR സർവീസ് ആവാം. OIDAR സർവീസ് ആണെങ്കിൽ അതിൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്റർനെറ്റ് ആക്സസ് നിങ്ങൾക്ക് വേണം. അതാണ് OIDAR സർവീസ്. ആ OIDAR സർവീസ് നിങ്ങൾ ഒരു നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിഡന്റിനാണ് കൊടുക്കുന്നതെങ്കിൽ ആ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിഡന്റ് അൺരജിസ്റ്റേർഡ് ആണ്, അയാൾ ബിസിനസ്സിനുമല്ല ഉപയോഗിക്കുന്നത്. സോ സപ്ലയർ വേണം ടാക്സ് അടയ്ക്കാൻ. അതർ ദാൻ NTOR ആണ്, നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിഡന്റ് അല്ലാത്ത ഏതെങ്കിലും വ്യക്തിക്കാണ് കൊടുക്കുന്നതെങ്കിൽ ദെൻ റെസിപ്പിയന്റ് വേണം ടാക്സ് അടയ്ക്കാൻ. ഇനി അതർ ദാൻ OIDAR സർവീസ് ആണെങ്കിൽ അതൊരു നോൺ ടാക്സബിൾ റെസിഡന്റ്, അതായത് ഒരു ഇൻഡിവിജ്വൽ who is unregistered using it for personal purpose, or a charitable institution which is registered or unregistered using it for other than business purpose, or a government which is utilizing this service other than for business purpose ആണെങ്കിൽ it is exempted. Other than OIDAR services നോൺ ടാക്സബിൾ റെസിഡന്റ് അല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ what happens? It is taxable under RCM. ക്ലിയർ ആണോ? ഓക്കെ,
സ്പ്ലിറ്റ് ഇൻ ടു ഗ്രൂപ്പ്സ്. കാരണം ഇത് കുറച്ച് ക്രിട്ടിക്കൽ ടോപ്പിക്കാണ്, അമെൻമെന്റ് വന്ന ടോപ്പിക്കാണ്. സോ എക്സാമിന് ചിലപ്പോൾ വരും. എന്താ വൺ ഇവിടെ 2 3 4. എന്ത് ഹലോ ഹലോ ഫയൽ ചെയ്യണോന്ന് ചോദിച്ചിട്ടായിരുന്നു. നമ്മള് ഫയൽ ചെയ്തിരുന്നു. വരുന്നല്ലേ ടോപ്പ് ഒരാളല്ലേ ഉള്ളൂ. അതില് GST ഒരാളെ ഇല്ലല്ലേ. ആടാ അന്റെ ഏട്ടനെയും ചെയ്തിരിക്കടാ അന്ന് പേഴ്സണലി. അത് നമ്മള് ഇൻകം ടാക്സിൽ വന്നത് വെച്ചിട്ട് ചെയ്തിട്ടാണ്. അതിനടാ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാന്നാ പറഞ്ഞത്. ഇല്ലല്ലോ ചെയ്യണം പറഞ്ഞിട്ട് ചെയ്യണ്ടേന്ന് വെച്ചിരുന്ന ചെയ്യണ്ട. തുടങ്ങാം. എന്താ ഇവിടെ ആകെ രണ്ടാണുള്ളൂ, തിരിഞ്ഞിരിക്കടാ. ഓക്കെ, ഓക്കെ. ടീമിന്റെ പേര് പറയാം. പറയാ ഇവിടെ ടീം നീത. പേര് മാറ്റിയോ? അവിടെ മൂന്നാളുള്ള നിങ്ങള് ഇല്ലാത്ത ആളുടെ പേരാണ് പറയാ അല്ലേ? ടീം സോന. ഇവിടെ ടീം റാഷി. ഷീം ഷബാബ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ലിമിറ്റഡ് എഴുതുക. നിങ്ങൾ കോളം വരയ്ക്കുക, അല്ല ഇത് വരച്ചിട്ട് ചെയ്യാം. എ ലിമിറ്റഡ്, ഈ കോളം അല്ല. എ ലിമിറ്റഡ് who is unregistered, A limited who is unregistered
imported consultancy services from Hilltop Management Consultants, Australia for a consideration of $10,000. Okay, for a consideration of $10,000. So I need to know whether it is RCM, FCM or exempted. Whether it is RCM, FCM or exempted. Okay, RCM ആണോ FCM ആണോ അത് exempted ആണോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. Okay, 1, 2, 3, 4, 5, 6, 7. Okay, ഒരു മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ പറയണം. 1 minute only. 1 minute only. In 1 minute. Okay, 1, 2, 3. ഏതാ? RCM ഉറപ്പിച്ചു. Okay. So team Shabab പറയണു it is RCM. Now here 1, 2, 3 RCM. ഇവിടെ 1, 2, 3, 4, 5 RCM. ഇവിടെ 1 FCM. So team Nida FCM, team Sona RCM, team Rashi RCM for the first question. Now എന്ത് സർവീസ് ആണ് ഇമ്പോർട്ട് ചെയ്തത്? The first one is whether it is tax leviable, GST leviable. It is definitely GST leviable. Second one, it is import of service, whether it is a supply. It is definitely a supply because it is for consideration. It is a supply under section 7. 3, it's a goods or service. It's a service. Okay. 4, e service, whether it is an OIDAR service or not an OIDAR service. So എന്ത് സർവീസ് ആണിത്? കൺസൾട്ടിങ് സർവീസ് ആണ്. കൺസൾട്ടേഷൻ മീൻസ് ഞാൻ എന്ത് ചെയ്യുന്നു, അവിടുന്ന് എന്തെങ്കിലും ഒരു അഡ്വൈസ് തരിക, എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നൗ കൺസൾട്ടൻസി സർവീസ് ഡസ് നോട്ട് നീഡ് ഇന്റർനെറ്റ്. ഓൾ ടൈം ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല. ഓക്കെ, ഓൾ ടൈം 24 hours ഇന്റർനെറ്റിന്റെ ആവശ്യമൊന്നുമില്ല. കണ്ടിന്യൂസ് ഇന്റർനെറ്റ് സർവീസസിന്റെ ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ OIDAR സർവീസ്. സോ അതർ ദാൻ OIDAR സർവീസ് നിങ്ങൾ ഒരു നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിഡന്റിനാണോ ഇറക്കുന്നത് എന്നുള്ളതാണ് പിന്നെ നോക്കേണ്ടത്. സോ ഇറ്റ് ഈസ് ഗിവൺ ടു ആൻ URP. ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിഡന്റ്, ബട്ട് there is a problem. He uses it for business purpose. അല്ലേ? ബിസിനസ് പർപ്പസിനാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അവരെന്തായി? നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് അല്ലാതായി. സോ അതർ ദാൻ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റിന് അതർ ദാൻ OIDAR സർവീസ് ഇറക്കുകയാണെങ്കിൽ എന്താണത്? ഇറ്റ്സ് RCM. ഓക്കെ, എങ്ങനെയൊക്കെയോ മനസ്സിലായോ? അതായത് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം എന്താ? ഫസ്റ്റ് GST ലെവിയബിൾ ആണോ? 2 സപ്ലൈ ആണോ? 3 ഗുഡ്സ് ആണോ? സർവീസ് ആണോ?
നാലാമത് നമ്മൾ പറയുന്നത് അത് ഒയിഡാർ ആണോ നോട്ട് ഒയിഡാർ ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒയിഡാർ ആണെങ്കിൽ അതിന്റെ സ്ലാബിൽ അത് നോൺ കണ്ടിന്യൂസ് ഇന്റർനെറ്റ് ആക്സസ് വേണോ എന്ന് നോക്കുക. ഓക്കെ, ഒയിഡാർ ആണ് എങ്കിൽ അതിന്റെ താഴെ അത് നോൺ ടാക്സബിൾ റെസിഡന്റ് ആണോ അല്ലയോ, ഒയിഡാർ അല്ലെങ്കിലും നോൺ ടാക്സബിൾ റെസിഡന്റ് ആണോ അല്ലയോ. ഓക്കെ, ഇങ്ങനെയാണ് അത് പോണത്. അതിന്റെ അടിയത്തെ സ്ലാബ് നോക്കുക. ഓക്കെ, now next question. Mr. A, an unregistered imported marketing services from Facebook in USA for personal purposes $400 1 2 3 4 5 6 7 IFCM. ഓക്കെ, ഇവിടെ 1 2 3 അത് റിപ്പീറ്റ് ചെയ്യാനാണെങ്കിൽ വേണ്ട. 4 5 6 ഓക്കെ, FCM RCM, it's FCM RCM. there 1 2 FCM. okay, team Rashi FCM, team Shabab FCM. okay, FCM. now okay, now whether it is GST leviable, yes. whether it is a supply, yes. okay, because supply യിൽ പറയുന്നുണ്ട് ഈവൻ വിത്തൗട്ട് കൺസിഡറേഷൻ ആയാലും ഇനി അത് പേഴ്സണൽ പർപ്പസിനാണെങ്കിലും അത് ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ സപ്ലൈ. now മൂന്നാമത് whether it is a goods or service, it's a service, it's a marketing service. okay, fourth one എന്താ, whether it is an OIDA service or not. it's an OIDA service. why it is an OIDA service? it's Facebook, it requires continuous internet alle. now whether it is supplied to a non taxable online resident or other than a non taxable online resident. now അവിടെ പറയുന്നുണ്ട് അൺരജിസ്റ്റേർഡ് പേഴ്സണും ആയിരിക്കണം, അത് പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കുകയാണെങ്കിലാണ് നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിഡന്റ് അല്ലേ. സോ ടാക്സേഷൻ വിൽ ബി FCM. ആണോ? യെസ്, ഇറ്റ്സ് ആൻ FCM. okay, third question. measures നിങ്ങൾക്ക് അതും അറിയണ്ടാവില്ല. this is called measures. okay, measures dual charitable trust, registered
imported Microsoft OneDrive services, Microsoft OneDrive services for storing its documents for a consideration of $400. For storing its documents for a consideration of $400. Consideration of $400. അതായത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, രജിസ്റ്റർ ചെയ്ത ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന്റെ ഡോക്യുമെന്റുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റിന്റെ വൺ ഡ്രൈവ് പർച്ചേസ് ചെയ്തു $400. ക്ലൗഡ്. One, 2, 3, 4, 5. ഇവിടെ 1, 2, 3 exempted. Okay. 1 FCM exempted, FCM exempted, FCM exempted, FCM exempted, FCM exempted, FCM exempted. Hello. Okay. Now, question. End service? It's import of service. Now, whether it is GST leviable? Yes. Whether it is a supply? Definitely yes. Okay. Third one, whether it is a goods or a service? It's a service. Okay. Fourth one, whether it is a OIDAR service? Whether it is a OIDAR service or not? It is a OIDAR service. Cloud. It is a cloud service. Automatic backup. It is a cloud service, which means നിങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്താൽ അത് ബാക്കപ്പ് ആയിട്ട് എടുത്തോണ്ട് പോകും. ആണല്ലോ ക്ലൗഡ്. It's a cloud service, so it is an OIDAR service. Now OIDAR service is being imported by a registered person. It's imported by a registered charitable trust എന്നാണ് പറഞ്ഞിട്ടുള്ളത്. It is a registered charitable trust, so it is not a non-taxable online recipient. ആണോ? അല്ല. Other than online non-taxable online recipient ആണ് ചെയ്യുന്നതെങ്കിൽ it is an RCM. അല്ലേ? ഒന്നും മനസ്സിലാവില്ല. ഓക്കെ. OIDAR സർവീസ് ആണോ? അല്ല. സോറി, OIDAR സർവീസ് ആണോ? ആണ്. OIDAR സർവീസിൽ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് ആണോ? നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് ആവണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ഹി ഷുഡ് ബി അൺരജിസ്റ്റേർഡ്. ബട്ട് ദിസ് ഈസ് രജിസ്റ്റേർഡ്. പോയില്ല അവിടെ തന്നെ. സോ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് അല്ലല്ലോ. അല്ലെങ്കിൽ ഏതാണ് വരിക? അതർ ദാൻ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റിന് എന്താ വരിക? RCM അല്ലേ വരിക. സോ RCM ആണ് വരിക. നിങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാണ്. RCM-ലും അൺരജിസ്റ്റേർഡ് അല്ലേന്നോ? മനസ്സിലാവാത്തവരുണ്ടോ? അതർ ദാൻ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് RCM. എന്ത് എഴുതിയിരിക്കണത് നോക്കട്ടെ. എഴുതിയാൽ എന്താ തെറ്റ്? ഇത് OIDAR ആണ് കുട്ടിയെ. ഇതതിന് അതർ ദാൻ OIDAR സർവീസസ് ആണേ. നമ്മളുടെ OIDAR സർവീസ് അല്ലേ. അതില് അതർ ദാൻ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് എന്താണ്? നോൺ ടാക്സബിൾ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അൺരജിസ്റ്റേർഡ് ആവണം. അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, അവരത് ബിസിനസ്സിന് ഉപയോഗിക്കാൻ പാടില്ല.
അല്ലെ? ഫസ്റ്റ് കണ്ടീഷനിൽ തന്നെ ഇവര് രജിസ്റ്റേർഡ് ആണ്, പോയില്. അതർ ദാൻ ഒയ്ഡ, അതർ ദാൻ എൻ ടി ഓറിന് ഇത് ആർ സി എം, ഇതാണ് എൻ ടി ഒ ആർ. എൻ ടി ഒ ആർ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെയല്ലേ വരിക? ആ, മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? വരച്ച ടേബിൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെയാണ് പോയിക്കുന്നത്. ഒയ്ഡാർ ആണോ നോക്കും, ഒയ്ഡാർ അല്ലേ, മീൻസ് ഒയ്ഡാർ ആണെങ്കിൽ അതിൽ എൻ ടി ഒ ആർ ആണോ അതർ ദാൻ എൻ ടി ഒ ആർ ആണോ നോക്കും. അതർ ദാൻ എൻ ടി ഒ ആർ ആണെങ്കിൽ അത് ആർ സി എം ആണ്. ഓക്കെ, അതെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A limited unregistered, A limited unregistered, A limited unregistered imported technical services, imported technical services from its holding company in UK, from its holding company in UK without consideration, without consideration, without consideration. One, 2, 3, 4, 5, 6. Okay, but 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പറ, ലാസ്റ്റ് ഉത്തരം. Exempted. Okay, here 1, 2, 3, 4, 5, 6, 7, 8. FCM, RCM, exempted, FCM എല്ലാതും വരുന്നുണ്ടല്ലോ. RCM, exempted, FCM. 1, RCM. So ഇവിടെ എന്താണ്? ഇമ്പോർട്ട് ഓഫ് സർവീസ് അല്ലേ? Whether it is leviable to tax, yes. Whether it is a supply, whether it is a supply, why? It's a related party transaction, ആണോ? Whether it is a related party transaction. Okay, it's a related party transaction. It's not a related party transaction. It is import of services, import of services without consideration from any related party. Okay, അതായത് രണ്ടാമത്തെ DRIP-ലെ I-ൽ വരുന്നതാണ്, അല്ലാതെ R-ൽ വരുന്നതല്ല. Okay, so it is a supply. Now whether it is a goods or service, it's a service. എന്ത് സർവീസാ? It's a technical service. Now whether it is a OIDAR service, whether it is a OIDAR service, it is not an OIDAR service. It is a technical service. Technical service, it is not given through continuous internet access. അല്ലെ, മെഷീൻ റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ആന്റിവൈറസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക, സോഫ്റ്റ്വെയർ, ഇതിനൊക്കെ എപ്പോഴും ഇന്റർനെറ്റ് ആക്സസ് വേണ്ട സാധനമാണോ? അല്ല. So it does not require continuous internet service. So it is not an OIDAR service. Now, if it is not an OIDAR service, then we need to know that whether it is supplied to a non-taxable recipient or a other than non-taxable recipient. Now this, ee vyakti endana? He is an unregistered person, alle? He is an unregistered person and he is using it for business purpose.
NTR പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. It should be an individual. It can be an individual using it for personal purpose. It can be a charitable trust using it for other than business purpose, or it can be a government using it for other than business purpose. But he is an individual which is using for business purpose. So non-taxable recipient അല്ല, ബിസിനസ് പർപ്പസിനാണ്. നോൺ ടാക്സബിൾ റെസിപ്പിയന്റ് ഇല്ലെങ്കിൽ അതർ ദാൻ നോൺ ടാക്സബിൾ റെസിപ്പിയന്റ് ഇറ്റ് ഈസ് RCM. ഓക്കെ, ചക്കട്ട മൊബൈൽ നിങ്ങൾ ഒയിടാറ് എന്ന് പറഞ്ഞിട്ടിരിക്കും. Okay, next question. PQR and company, a partnership firm, unregistered, imported cloud computing services for attaching their invoices for a consideration of $4,000. Attaching their invoices for a consideration of $4,000. For a consideration of $4,000. For a consideration of $4,000. അവർക്ക് ആ ടൈം തന്നെ ഇട്ടുള്ളൂ. ഇവിടെ 10 സെക്കൻഡ് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഓലിക്ക് പോവല്ലേ. One, 2, 3, 4, 5, 6, 7, 8, 9 RCM. 1, 2, 3 FCM. 1, 2, 1. So it is RCM, FCM, RCM. Okay. Now it's a cloud computing service. Now whether it is leviable to tax, yes. Whether it is a supply, yes, it's for consideration, it is a service. Whether it is a goods or a service, it's a service. Now whether it is a OIDAR service or not, it's an OIDAR service, because cloud computing means continuous internet access is needed. So it is a OIDAR service. Now whether it is a non-taxable online recipient or not. Now this is an unregistered person, but the problem is he is using it for business purpose. First condition മാത്രമേ സാറ്റിസ്ഫൈ ആയുള്ളൂ, രണ്ടാമത്തെ കണ്ടീഷനിൽ പാളി. പേഴ്സണൽ പർപ്പസ് അല്ല, he is using it for business purpose. So he is not he is a other than non-taxable online recipient. For other than non-taxable online recipient, it is RCM. Alle? It's RCM. So next, Jatin, a proprietor, has received architect services. Jatin, a proprietor, has received architect services
For his house in Punjab, from an architect located in New York, at a consideration of $5,000. $5,000. Well, 1, 2, 3, 4, 5, 6, 7, 8. FCM. Here. RCM, FCM, RCM. FCM, RCM exempted. 1. FCM, RCM, exempted RCM. ബാക്കിയുള്ള ഒരു സമ്മതം ഉണ്ടെങ്കിൽ മാറ്റാം. Okay. Now, what service? Architect service. Leviable to tax? Yes. Whether it is a supply? Yes. For a consideration, whether it is for personal or business purposes, it is a supply. Third one, whether it is a goods or service, it's a service. Fourth one, whether it is an OIDAR service, absolutely no. Architect service ആണ്, continuous internet access ആവശ്യമില്ല. It is not an OIDAR service. Now, whether it is a non-taxable recipient, who is a non-taxable recipient? He should be either an individual who is using it for personal purpose, or he should be a government which is registered or unregistered using it for other than business purpose, or a charitable association whether registered or unregistered using it for other than business purpose. Okay. Now, who is this guy? He is an individual, but he is a proprietor. He is an individual, but he is a proprietor. Conditions നോക്കുക. First the condition, he should be a URP, unregistered person. Second condition is that he should use it for personal purpose. അല്ലേ? വായിച്ചു നോക്കുക. അതുകൊണ്ടാണല്ലോ നമ്മളവിടെ URP ഇട്ടത്. അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസ് മാത്രം ഇട്ടാ പോരെ. നമ്മൾ ഗവൺമെന്റിനെ പറഞ്ഞപ്പോ he can be a registered or unregistered പറഞ്ഞു. ചാരിറ്റബിൾ അസോസിയേഷൻ പറഞ്ഞപ്പോ അവിടെ രജിസ്റ്റേർഡ് ആൻഡ് അൺരജിസ്റ്റേർഡ് പറഞ്ഞു. പേഴ്സണലിന്റെ കാര്യം പറഞ്ഞപ്പോ മാത്രം അവിടെ അൺരജിസ്റ്റേർഡ് പറഞ്ഞു. എന്തിനാ? That person should be unregistered. Clear? Now what happens? He is an other than non-taxable recipient. If it is an other than non-taxable recipient, it is RCM. Okay? Next, ABC Associates received technical services from its head office located in Malaysia. The head office has rendered such services free of cost. Head office have given such services free of cost to its branch office. ABC Associates unregistered ആണെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ unregistered എന്ന് പറയട്ടോ, ഇല്ലെങ്കിൽ okay.
So ABC associate who is a registered person, he is importing services from their head office from Malaysia. End service, technical service, that's all. 1, 2, 3, 4, 5 RCM. 1 RCM, 1 4 RCM. ആഹാ, ഇത് തെറ്റിയ കോമഡി ആവും. So this is a technical service. Whether GST is leviable, yes. Whether it is a supply, definitely yes. Under section 7(1)(c). Okay. Now, whether it is a goods or service, it's a service. Whether it is a older service, definitely not. It is a technical service, does not require continuous internet access. Then, whether it is a non-taxable online recipient, whether he is a non-taxable online recipient, no, because he is registered, he is an associate, he is registered, he is not a non-taxable online recipient. If it is not a non-taxable online recipient, it is RCM. Okay, next. Sabash. എന്താണ് ഇതിൽ ഉത്തരമില്ല? നല്ല നോട്ടാ. Raman is an e-commerce operator in Chennai. Raman is an e-commerce operator in Chennai. Raman is an e-commerce operator in Chennai. Who is GST registered? Okay, ആ ക്വസ്റ്റ്യൻ വെട്ടിക്കളാ. സാധനം ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ നേരാവൂല. അല്ല, ഞാൻ ഇപ്പൊ നിങ്ങളത് എക്സ്ക്യൂസ് പറയാലോ. Okay, next question. State government of Tamil Nadu. State government of Tamil Nadu. State government of Tamil Nadu received. State government of Tamil Nadu received legal advice services. Legal advice services from Mr. Anthony of UK. From Mr. Anthony of UK. One, 2, 3, 4, 5, 6 RCM exempted. Okay. RCM ഇവിടെ 1, 2, 3, 4, 5, 6, 7 exempted. Exempted RCM exempted. Exempted RCM exempted. Exempted RCM exempted. Now, what service? It is a legal service. Whether it is a leviable under GST, yes. Whether it is a supply, whether it is a supply, whether it is a supply. Schedule 3 നോക്കുക, whether it is a supply.
whether it is a supply. Whether it is a supply. It is a supply. Okay, then whether it is a goods or service. It's a service. Whether it is a OIDAR service or not. It is not an OIDAR service. It's a legal service. Then whether it is a non-taxable recipient. Whether it is a non-taxable recipient. It's a non-taxable recipient. How? So it is not for a business purposes and it is given by it is taken by the government. So it is a non-taxable recipient. So if it is a non-taxable recipient, it is exempted. Okay, that's it. So 1, 2, 3, 4, 5. 1, 2, 3. 1, 2, 3, 4. 1, 2, 3, 4, 5, 6, 7. Off. Okay. So നമ്മളുടെ I തീർന്നു. എസും ഐയും തീർന്നു. That is first one is security lending services. I is import of services. രണ്ടെണ്ണം നമ്മൾ തീർത്തു. Now R is ഒന്നും വേണ്ടല്ലേ. R is renting of immovable properties. Renting of immovable properties. Okay. നമുക്ക് അടുത്തതിൽ ഡീൽ ചെയ്യാം.